ഹലോ ഡിയർ സ്റ്റുഡൻസ്, 2024 KTET എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കേരളത്തിൽ LP, UP, ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരായി നിയമിക്കപ്പെടാനുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് KTET. 4 കാറ്റഗറി ആയിട്ടാണ് KTET എക്സാമിനേഷൻ നടത്തുന്നത്. ഒന്നാമത്തെ കാറ്റഗറി LP ക്ലാസ്സുകളിലേക്കുള്ളതാണ്. കാറ്റഗറി 2 UP ക്ലാസ്സുകൾ, കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകൾ, കാറ്റഗറി 4 ഭാഷാ അധ്യാപകർ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, UP തലം വരെ. കൂടാതെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, അതായത് ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർ. 17/4/2024, അതായത് നാളെ മുതലാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി 26/4/2024. ഫൈനൽ പ്രിൻ്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി 26/4/2024. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 3/6/2024. ഇനി നമുക്ക് എക്സാം ടൈം ടേബിൾ കൂടി ഒന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോമ്പറ്റേറ്റീവ് എക്സാം, ജോബ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. കാറ്റഗറി 1 എക്സാമിനേഷൻ നടക്കുന്നത് 22/6/2024 ശനിയാഴ്ചയാണ്. സമയം രാവിലെ 10 മണി മുതൽ 12:30 വരെ. കാറ്റഗറി 2 22/6/2024 ശനിയാഴ്ച, സമയം 2 മണി മുതൽ 4:30 വരെ. കാറ്റഗറി 3 23/6/2024 ഞായറാഴ്ചയാണ്. സമയം 10 മണി മുതൽ 12:30 വരെ. കാറ്റഗറി 4 23/6/2024 ഞായറാഴ്ച 2 മണി മുതൽ 4:30 വരെ. 4 കാറ്റഗറിയിലെയും എക്സാമിനേഷൻ നടക്കുന്നത് 2.5 മണിക്കൂർ വീതമാണ്. കേരള പരീക്ഷാ ഭവനാണ് KTET എക്സാമിനേഷൻ നടത്തുന്നത്. ഓരോ വിഭാഗത്തിൻ്റെയും അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. ജനറൽ കാറ്റഗറി, OBC കാറ്റഗറിയുമാണെങ്കിൽ 500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. SC ST കാറ്റഗറിയും PWD കാറ്റഗറിയുമാണെങ്കിൽ 250 രൂപയാണ് ഫീസ്. ഓൺലൈനായി മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഒരു അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. കൂടാതെ കാൻഡിഡേറ്റിൻ്റെ പേര്, ജനനത്തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം പിന്നീട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഫോട്ടോയിൽ ഒരു സീലുകളും ഉണ്ടാവാൻ പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. സെൽഫി പാടില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. ആ സെയിം ഐഡൻറ്റിറ്റി കാർഡ് എക്സാമിനേഷന് വരുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. ഇനി നമുക്ക് KTETന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. കാറ്റഗറി 1 അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ 45% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ TTC, DED എക്സാം പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 45% മാർക്കോടെ ഹയർ സെക്കൻഡറി പരീക്ഷയോടൊപ്പം NCTEയുടെ 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ യോഗ്യതയും ഉണ്ടാവണം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയവരായിരിക്കണം. ഇത്രയുമാണ് കാറ്റഗറി 1ന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി കാറ്റഗറി 2 UP ക്ലാസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലമെൻ്ററി എഡ്യൂക്കേഷനിൽ 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ TTC, DED, DELD പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 45% മാർക്കോടെ BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി ഉണ്ടായിരിക്കണം.
അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ ബാച്ചിലർ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ യോഗ്യത, അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ BSc BA ഇൻ എഡ്യൂക്കേഷൻ. D.Ed B.Ed അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കേട്ടറ്റിന് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷ വിദ്യാർത്ഥികളാണെന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അടുത്തത് കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസുകൾ. ഈ എക്സാമിനേഷൻ നടത്തുന്നത് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് HSA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതശാസ്ത്രം എന്നിവ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ 45% മാർക്കോടെയുള്ള BA BSc BCom യോഗ്യതയും അതേ വിഷയത്തിലുള്ള B.Ed ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ B.Edന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേട്ടറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങൾക്ക് 50% മാർക്കിൽ കുറയാതെ അതേ വിഷയത്തിലുള്ള MSc എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി 3ന് അപ്ലൈ ചെയ്യാം. ബോട്ടണി, സുവോളജി വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിലുള്ള MSc എഡ്യൂക്കേഷൻ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 45% കുറയാതെ BA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും LTTC D.Ed പാസ്സായവർക്കും കാറ്റഗറി 3ന് അപേക്ഷിക്കാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായി വായിച്ച് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. യോഗ്യതയില്ലെങ്കിൽ കേട്ടറ്റ് കിട്ടിയാലും അത് ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇനി എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID ഇവ ആവശ്യമാണ്. യോഗ്യരായ അപേക്ഷകർക്കുള്ള ഹാൾ ടിക്കറ്റ് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ ലഭ്യമാക്കുന്നതാണ്. ശരിയായ ഹാൾ ടിക്കറ്റ് ഇല്ലാതെ ആരെയും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാനോ പരീക്ഷ എഴുതാനോ അനുവദിക്കുന്നതല്ല. പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനും പിന്നീട് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിനും പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച ഹാൾ ടിക്കറ്റ് ആവശ്യമാണ്. ഇനി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. എക്സാമിനേഷൻ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. ഹാൾ ടിക്കറ്റിനോടൊപ്പം അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓൺലൈനായി നൽകിയ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒറിജിനൽ കൊണ്ടുവരേണ്ടതാണ്. പരീക്ഷ സമയം കഴിയുന്നതിന് മുൻപ് പരീക്ഷാർത്ഥികളെ ആരെയും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തുവിടുന്നതല്ല. മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരീക്ഷാ ഹാളിൽ അനുവദിക്കുന്നതല്ല. പരീക്ഷാ ഹാളിലുള്ള ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ പരീക്ഷാർത്ഥി ഹാജർ ബുക്കിൽ ഒപ്പുവെക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, OMR എക്സാമിനേഷനാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻ്റ് പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻസർ പേപ്പർ മടക്കാനോ എന്തെങ്കിലും റഫ് വർക്കുകൾ ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ OMR സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത്രയുമാണ് കേട്ടറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.